നമസ്കാരം കൂട്ടുകാരെ, 2022 പുറത്തിറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ചലച്ചിത്രം ദ ബിഗ് ഫോർ എന്നാണ് അതിന്റെ പേര്. വളരെ രസകരമായ കോമഡിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ആക്ഷൻ ചലച്ചിത്രമാണിത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു കന്യാസ്ത്രീക്കൊപ്പം ഒരു കെട്ടിടത്തിലേക്ക് എത്തുന്ന ഒരു ചെറിയ കുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. ഓർഫനേജിലേക്ക് എന്ന പോലായിരുന്നു ആ കുട്ടിയെ അങ്ങോട്ടേക്ക് എത്തിക്കപ്പെട്ടത്. പക്ഷെ ആ കുട്ടി അകത്തേക്ക് കടന്നപ്പോഴായിരുന്നു അവിടുത്തെ ചതി മനസ്സിലാകുന്നത്. അത് യാഥാർത്ഥ്യത്തിൽ ഒരു തടവറ പോലായിരുന്നു. അനാഥരായിട്ടുള്ള കുട്ടികളുടെ ഓർഗൻസ് ഒക്കെ വിൽക്കുവാൻ വേണ്ടി അവരെ പാർപ്പിക്കുന്നൊരിടം. ആ കുട്ടി അടയ്ക്കപ്പെടുന്നത് പേലർ എന്ന് പേരുള്ള ഒരു പയ്യൻ കിടക്കുന്ന മുറിയിലാണ്. പേലർ ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവനെയും അവിടെയുള്ള എല്ലാ കുട്ടികളെയും താൻ രക്ഷപ്പെടുത്തുമെന്ന്. പക്ഷെ തൊട്ടു പിന്നാലായിരുന്നു അവിടുത്തെ നടത്തിപ്പുകാരിൽ ചിലർ അങ്ങോട്ടേക്ക് വന്നത്. അവർ പേലറിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണ്. അന്ന് അവയവങ്ങൾ എടുക്കുന്നത് പേലറിന്റേതായിരുന്നു. വൈകാതെ പേലർ സർജറി നടക്കുന്ന തിയേറ്ററിലേക്ക് എത്തി. അവിടെ അവന് വേണ്ട മെഡിസിൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ കൂട്ടത്തിലുള്ള നഴ്സുമാരിൽ ഒരാൾ അവിടെ പുതുതായിരുന്നു. മറ്റൊരാളുടെ വേഷത്തിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അവളുടെ പേര് ആൽഫ എന്നായിരുന്നു. ഇതേ സമയം ഓപ്പറേഷൻ റൂമിന്റെ പുറത്ത് ഓപ്പറേഷൻ നടക്കുന്നത് നിരീക്ഷിച്ച് രണ്ടുപേർ നിൽക്കുന്നുണ്ട്. ഒരാൾ അതിന്റെ പ്രധാന നടത്തിപ്പുകാരനും മറ്റൊരാൾ ഓർഗൻസ് വാങ്ങാൻ എന്ന മട്ടിൽ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു വൃദ്ധനുമാണ്. പക്ഷേ സർജറി തുടങ്ങാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് വൃദ്ധനായിട്ടുള്ള ആ മനുഷ്യൻ അതിന്റെ നടത്തിപ്പുകാരനായ പ്രധാനിയെ കടന്നാക്രമിക്കുകയാണ്. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. വൃദ്ധനായി അഭിനയിച്ച് മാസ്ക് വെച്ച് വന്നിരുന്ന വ്യക്തി യാഥാർത്ഥ്യത്തിൽ ടോപ്പൻ എന്ന പേരുള്ള ഒരു യുവാവായിരുന്നു. അകത്ത് നേഴ്സായി വേഷം കിട്ടിയിരുന്നതോ ആൽഫ എന്ന ടോപ്പന്റെ കയ്യാളും. പേലറും ആൽഫയും ടോപ്പനും ഒന്നിച്ച് എതിരാളികളെ മുഴുവൻ എതിരിടുകയാണ്. ശേഷം അവർ കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നു. ഒടുവിൽ പുറത്തേക്കെത്താൻ വാതിൽക്കലെത്തുമ്പോൾ അവയവ മാഫിയയുടെ ആളുകൾ പുറത്ത് ചുറ്റിവളഞ്ഞിരുന്നു. അതോടെ ടോപ്പൻ തങ്ങളുടെ കൂട്ടത്തിലെ മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് സ്നേപ്പേഴ്സിൽ ഒരാളായിട്ടുള്ള അവരുടെ സംഘത്തിലെ ഒരു പ്രധാനി ജാങ്കോ എന്നായിരുന്നു അയാളുടെ പേര്. ടോപ്പനിൽ നിന്നും വിവരങ്ങൾ കിട്ടിയതും ജാങ്കോ തന്റെ സ്കില്ലങ്ങ് കാണിച്ചു കൊടുക്കുവാണ്. പുറത്തുണ്ടായിരുന്ന അവരുടെ എതിരാളികളെ മുഴുവൻ സ്നേപ്പർ ഉപയോഗിച്ച് അവരങ്ങ് വകവരുത്തി കളഞ്ഞു. അങ്ങനെ കുട്ടികളെയൊക്കെ സുരക്ഷിതരാക്കിയ ശേഷം ടോപ്പനും ജാങ്കോയും ആൽഫയും പെയ്ലറും അടങ്ങുന്ന ദ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന സംഘം തങ്ങളുടെ മിഷൻ പൂർത്തിയാക്കി അവിടെ നിന്ന് തിരികെ പോരുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടുപോവാൻ അവർ ഫാദർ എന്ന് വിളിക്കുന്ന അവരുടെ ബോസായ പെട്രസും അങ്ങോട്ടേക്ക് തന്റെ വണ്ടിയിൽ എത്തിച്ചേർന്നിരുന്നു. കഥ അവിടെ നിന്നും ഡീന എന്ന മറ്റൊരു പെൺകുട്ടിയിലേക്ക് നീങ്ങുന്നു. ഡീന ഫോട്ടോ എടുക്കാൻ ഒരു സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. അവൾ കുറച്ച് അപ്സെറ്റായി കാണപ്പെടുന്നുണ്ടായിരുന്നു. കാരണം വരാമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ അത്ര നേരമായും എത്തിയിട്ടില്ല. അച്ഛനായിരുന്നു ഒന്നിച്ച് ഫോട്ടോ എടുക്കണമെന്ന് നേരത്തെ പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് പെട്രിസ് എത്തിച്ചേരുകയാണ്. അതായത് ദ ബിഗ് ഫോറിന്റെ തലവനും അവരുടെ വളർത്തച്ഛനുമായ പെട്രിസ് തന്നെ. പെട്രിസിന്റെ ബയോളജിക്കൽ ഡോക്ടറായിരുന്നു ഡീന. ഡീന വൈകാതെ പോലീസ് ഉദ്യോഗസ്ഥയായി ജോലിയിൽ പ്രവേശിക്കാൻ പോകുവാണ്. അവൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അച്ഛനൊപ്പം യൂണിഫോമിൽ ഒരു ഫോട്ടോ എടുക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ഒപ്പം അവളുടെ അച്ഛനായ പെട്രിസും അന്ന് അവിടെ നിന്ന് പോരുമ്പോ ഡീന അച്ഛനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛൻ എപ്പോഴും അച്ഛന്റെ കാര്യങ്ങൾക്ക് ബിസിയാ, എനിക്ക് വേണ്ടി സമയം ചിലവാക്കുന്നില്ല എന്നായിരുന്നു ഡീനയുടെ പരാതി. അദ്ദേഹമാണ് ബിഗ് ഫോറിന്റെ തലവനെന്നും അപ്പോൾ ഡീനയ്ക്ക് അറിയുകയേയില്ല. പിന്നീട് പെട്രസ് തങ്ങളുടെ സങ്കേതത്തിലേക്ക് എത്തുകയാണ്. ടോപ്പാനും ആൽഫയും ജംഗോയും പേലറും അവിടെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് അന്നത്തെ സംഭവത്തിന്റെ ടിവിയിലെ ന്യൂസ് കണ്ടു. പോലീസ് ചീഫായ ഹാസൻ ക്രിമിനൽസിനെതിരെയാണ് പോരാടുന്നതെങ്കിലും അവരും ക്രിമിനൽസ് ആണെന്നും ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന അവരെ പിടികൂടുമെന്നും മീഡിയയ്ക്ക് മുമ്പിൽ പറയുന്നുണ്ടായിരുന്നു. പെട്രസ് പിന്നാലെ തന്റെ വളർത്തുമക്കളോട് സംസാരിക്കുകയാണ്. അവരുടെ ബോസ് എന്ന നിലയിൽ, ചീഫ് അസാസിൻ എന്ന നിലയിൽ താൻ ഈ ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്നായിരുന്നു അത്. അത് കേട്ട് ബിഗ് ഫോറിലെ ഏവരും ഞെട്ടുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ ഡീന പോലീസ് ഉദ്യോഗസ്ഥയായി ചാർജ് എടുക്കാൻ പോകുവാണെന്നും അതുകൊണ്ട് ഇനി ഇതിൽ തുടരുന്നത് ശരിയായി തോന്നുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഈ സമയം മറ്റൊന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. പോലീസ് ചീഫായ ഹാസനുമായി പെട്രസിന് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം ഡീന ജോയിൻ ചെയ്യുമ്പോ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് പെട്രസ് പറഞ്ഞിരുന്നു. പക്ഷെ വീട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ തന്നെ പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്ന പോലെ പെട്രസിന് തോന്നുവാണ്. പുറത്ത് ആരാണെന്നറിയാൻ പെട്രസ് ഒന്ന് പോയി നോക്കി. അത് അദ്ദേഹത്തിന്റെ നെയ്ബറായിരുന്നു.
പറയുന്നു, ഒരു ഡെലിവറി പേഴ്സൺ നിങ്ങളെ അന്വേഷിച്ചു വന്നു, അയാളെ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. പെട്രസ് ഡീനയ്ക്കായി കുറച്ച് ഫ്ലവേഴ്സ് ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ പൂക്കൾ കൊണ്ടുവന്നിരുന്ന വ്യക്തിയാകട്ടെ പെട്ടെന്ന് പെട്രസിനെ കടന്നാക്രമിക്കുകയാണ്. ആ ഏറ്റുമുട്ടലിൽ പെട്രസ് കൊല്ലപ്പെടുന്നു. ഇതേ സമയം ഡീനയാകട്ടെ അച്ഛൻ വരാത്തതിൽ ഏറെ വിഷമിച്ചിരുന്നു. എന്തായാലും അവൾ തന്റെ പോലീസ് ജോലി ആരംഭിക്കുകയാണ്. രാത്രി വൈകുന്നവരെയും അവൾ അവിടെ അച്ഛനായി കാത്തുനിന്നു. അച്ഛനെ കാണാതെ ദുഃഖത്തോടെ അവളന്ന് വീട്ടിലേക്ക് പോരുകയാണ്. മറുവശത്ത് അപ്പോഴായിരുന്നു ടോപ്പൻ പെട്രസ് മറന്നുവെച്ച തൊപ്പി കൊടുക്കാൻ പെട്രസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങോട്ടേക്ക് കയറി ചെന്ന ടോപ്പൻ കണ്ടത് പെട്രസ് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നാലെയായിരുന്നു ഡീന അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പെട്രസിന്റെ മൃതദേഹത്തിനടുത്ത് തിരിഞ്ഞിരിക്കുന്ന ടോപ്പനെ പിന്നിൽ നിന്ന് കണ്ടതും ടോപ്പനാവാം പെട്രസിനെ കൊന്നതെന്ന് ചിന്തിച്ച് ഡീന പിന്നിൽ നിന്നും വെടിയുതിർക്കുകയാണ്. ടോപ്പന് വെടിയേറ്റെങ്കിലും പ്രധാനിയിടത്തല്ലാത്തതുകൊണ്ട് ടോപ്പൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളയുന്നു. ടോപ്പൻ തങ്ങളുടെ ഇടത്തേക്കെത്തി മറ്റുള്ളവരോട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ടോപ്പന്റെ വെടിയുണ്ട ഏറ്റത് അവർ ട്രീറ്റ് ചെയ്തു. ആ സമയം സീനിയറായ ടോപ്പൻ ഒരു കാര്യം പറഞ്ഞു. പെട്രസ് കൊല്ലപ്പെട്ട നിലയ്ക്ക് നമ്മളെപ്പറ്റിയുള്ള വിവരവും തീർച്ചയായും കൊലപാതകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ, രക്ഷപ്പെട്ടു പോയേ പറ്റൂ. പോരാത്തതിന് പെട്രസിന്റെ വിവരങ്ങൾ പെട്രസിന്റെ മകൾ അറിയാനും പാടില്ല. പിന്നീട് 3 കൊല്ലങ്ങൾക്ക് ശേഷം ഡീന അപ്പോഴും തന്റെ അച്ഛന്റെ കൊലപാതകിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ടോപ്പനാണത് എന്നാണ് ഡീന വിശ്വസിക്കുന്നതും. അവൾ ഒരു അപ്പാർട്ട്മെന്റിൽ തനിച്ചായിരുന്നു താമസം. തുടർച്ചയായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യും. വല്ലാത്തൊരു മാനസികാവസ്ഥ ഡീനയിൽ പ്രകടമായിരുന്നു. അങ്ങനെയിരിക്കെ അവളുടെ കമാൻഡിംഗ് ഓഫീസർ അവളോട് കുറച്ചുനാൾ ലീവ് എടുക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ തനിക്ക് ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ഡീന മറുപടി പറഞ്ഞു. അവളുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിരുന്ന കമാൻഡർ വെക്കേഷൻ അവളെ നിർബന്ധിക്കുകയാണ്. അതിന് പറ്റിയ കുറച്ച് പോസ്റ്റേഴ്സും അദ്ദേഹം അവൾക്ക് കൊടുത്തു. വീട്ടിലെത്തി അവൾ ആ ബ്രോഷറുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ പാരനൈസ് വില്ല എന്നൊരു ബ്രോഷർ കാണുകയാണ്. അപ്പോഴാണ് അവളുടെ അച്ഛൻ പെട്രസ് മുമ്പ് ഇടയ്ക്കിടെ അങ്ങോട്ട് പോകുമായിരുന്ന കാര്യം അവൾ ആലോചിക്കുന്നത്. കൂടുതൽ ഡോക്യുമെന്റ്സ് എടുത്ത് പരിശോധിച്ചപ്പോൾ അവൾക്കൊരു ഫോട്ടോ കിട്ടി. അച്ഛനും 4 കുട്ടികളും നിൽക്കുന്ന ഫോട്ടോ. അതും ആ ഐലൻഡിൽ നിന്നുള്ളതാണ്. അവർ 4 പേരിൽ ഒരാളായിരിക്കുമോ കില്ലർ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അച്ഛനെ പറ്റി അറിയാമോ എന്ന് ഡീന ചിന്തിക്കുകയാണ്. അതോടെ അങ്ങോട്ടേക്ക് ഒരു വെക്കേഷന് അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങ് പോയാലോ എന്നും അവൾ ചിന്തിക്കുന്നു. പിന്നീട് പെട്രസ് പോലീസ് ചീഫായ ഹാസനെ ചെന്ന് കാണുകയാണ്. ഹാസനും പെട്രസും തമ്മിൽ പരിചയമുണ്ടായിരുന്നല്ലോ. ആ കുട്ടികളെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്നവൾ ഹാസനോട് ചോദിച്ചു. ഒന്നും അറിയില്ലെന്നായിരുന്നു ഹാസന്റെ മറുപടി. അതോടെ ആ ഐലൻഡിലേക്ക് പോകുവാൻ ഡീന തീരുമാനിക്കുകയാണ്. യാത്ര ചെയ്ത് ആ വില്ലയുള്ള ഐലൻഡിലേക്ക് അവൾ എത്തിച്ചേരുന്നു. അവിടെ അവൾ വന്നു ചേരുന്ന വില്ലയുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരുന്നു ടോപ്പൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൾ വരുന്ന കണ്ടതും ടോപ്പനുടൻ വസ്ത്രമൊക്കെ മാറി വന്നു നിന്നു. ഡീനയെ പരിചയമില്ലാത്ത പോലായിരുന്നു ടോപ്പൻ പെരുമാറിയത്. അതിഥിയെ വെൽക്കം ചെയ്യും പോലെ ടോപ്പൻ അവളെ വെൽക്കം ചെയ്തു. അങ്ങോട്ടേക്ക് വന്ന ഡീന തന്റെ കയ്യിലുള്ള ഫോട്ടോ ടോപ്പനെ കാണിക്കുകയും തന്റെ അച്ഛനെ അറിയുമോ എന്നും ചോദിച്ചു. പിന്നാലെ ആ 4 കുട്ടികളെ അറിയുമോ എന്ന് തിരക്കി. അവരെ ആരെയും അറിയില്ലെന്നായിരുന്നു. അറിയുമെങ്കിലും ടോപ്പൻ മറുപടി പറഞ്ഞത്. പെട്രസിന്റെ രഹസ്യങ്ങളൊന്നും ഡീന അറിയരുത് എന്ന് ടോപ്പൻ ആഗ്രഹിച്ചിരുന്നു. ഡീന അന്ന് ആ വില്ലയിൽ തങ്ങുവാൻ തീരുമാനിക്കുകയാണ്. കൂടുതൽ സംശയം ഉണ്ടാവാതിരിക്കുവാൻ ടോപ്പൻ അതിന് അനുവദിക്കുന്നുമുണ്ട്. ഡീനയ്ക്കായി റൂം ഒരുക്കി കൊടുക്കുമ്പോൾ ഡീനയെ പിന്തുടർന്നു വന്ന 2 പേരെ ടോപ്പൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുടെയെങ്കിലും ഒപ്പമാണോ ഡീന വന്നത് എന്ന് ടോപ്പൻ അപ്പോൾ തിരക്കുന്നുണ്ട്. ഇല്ലെന്നായിരുന്നു ഡീനയുടെ മറുപടി. ഡീനയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ടോപ്പൻ അതോടെ റിസപ്ഷനിലേക്ക് പോവുകയാണ്. ഡീനയെ സേഫ് ആക്കുവാൻ ഡീനയെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് വന്ന ആ 2 പേരെ ടോപ്പൻ ചോദ്യം ചെയ്യുന്നു. അതിൽ നിന്ന് തന്നെ ഡീനയെ സ്റ്റോക്ക് ചെയ്യാനും ഘട്ടം വന്നാൽ അവളെ ആക്രമിക്കാനും വേണ്ടി ഹയർ ചെയ്യപ്പെട്ട 2 പേരാണ് അവർ എന്ന് ടോപ്പൻ തിരിച്ചറിയുകയാണ്. ടോപ്പൻ ചുമ്മാതിരിക്കുമോ? ഡീനയ്ക്ക് വേണ്ടി ടോപ്പൻ അവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഡീന സൗണ്ടൊന്നും കേൾക്കാതിരിക്കാൻ റെക്കോർഡർ സൗണ്ട് കൂട്ടിവെച്ചിട്ടായിരുന്നു ടോപ്പൻ അവരെ ആക്രമിച്ചത്. ഒരു തരത്തിൽ ടോപ്പൻ 2 പേരെയും ഒന്നൊതുക്കി കൂട്ടുകയാണ്. അപ്പോഴേക്കും ഡീന പുറത്തേക്കിറങ്ങി വന്നിരുന്നു. ഏറ്റുമുട്ടലിനിടയിൽ അവിടുണ്ടായിരുന്ന പെട്രസിന്റെ ഫോട്ടോ അവിടെ താഴെ വീണ് കിടന്നിരുന്നു. അത് ഡീനയുടെ കൺമുമ്പിൽ പെട്ടു. അതോടെ ഡീന ടോപ്പനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ടോപ്പന് പിന്നീട് ഒന്നും അങ്ങനെ മറച്ചുവെക്കാൻ സാധിക്കില്ലായിരുന്നു. തങ്ങൾ പെട്രസിന്റെ അഡോപ്റ്റഡ് ചൈൽഡ്സ് ആണെന്നും അദ്ദേഹമാണ് തങ്ങളെ വളർത്തിയത് എന്നുമുള്ള സത്യമായിരുന്നു അത്. മുമ്പ് തൊട്ടേ ആ 4 പേരിൽ ആരോവാണ് അച്ഛന്റെ കൊലപാതകി എന്ന് ചിന്തിച്ചിരുന്ന ഡീനയ്ക്ക് അതിൽ വലിയ അതിശയമൊന്നും തോന്നിയില്ല. എന്തായാലും അതാണ് അച്ഛന് തനിക്ക് വേണ്ടിയൊട്ടും സമയമില്ലാതിരുന്നത് എന്ന തരത്തിൽ ആ സമയം അവൾ ചിന്തിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെയും കാണണം എന്ന് ഡീന ആവശ്യപ്പെടുകയാണ്. ടോപ്പനത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡീന നിർബന്ധിച്ചതോടെ ടോപ്പൻ അതിന് തയ്യാറാകുന്നു. അവർ ആദ്യം പോയത് ജങ്കോയുടെ അടുത്തേക്കായിരുന്നു. ജങ്കോ
ജങ്കോ ഇപ്പോൾ ഒരു കപട വൈദ്യനായി അഭിനയിച്ച് ജീവിക്കുകയാണ്. ഡീനയെ ജങ്കോ വെൽക്കം ചെയ്തു. ശേഷം അവൾക്ക് കുടിക്കാൻ ഒരു പാനീയം കൊടുക്കുകയുമാണ്. അവളുടെ ദേഷ്യമകറ്റി കുറച്ച് പോസിറ്റിവിറ്റി വരാൻ പാകത്തിനുള്ള ഒരു പാനീയമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും ഡീന എന്തിനു വന്നു എന്ന് ടോപ്പനോട് സംസാരിച്ച് അതിനുവേണ്ട ഔഷധം എടുത്തതും ഔഷധം മാറിപ്പോയിരുന്നു. അല്പം പ്രശ്നം പിടിച്ച ഔഷധമായിരുന്നു ജങ്കോ എടുത്തത്. അതോടെ ഡീന ഹാലൂസിനേറ്റ് ചെയ്യാനും പ്രശ്നമുണ്ടാക്കാനുമൊക്കെ ആരംഭിക്കുകയാണ്. ആകെ തമ്മിത്തല്ലും ബഹളവും ഒക്കെയായി മൊത്തം ഒരു കോമഡി സിറ്റുവേഷൻ. ഒടുവിൽ മയക്കുമരുന്ന് കലർന്ന ചെറിയ സൂചി കുഴലൂത്തിലൂടെ ഡീനയുടെ ശരീരത്തിൽ തറപ്പിച്ച് ഡീനയെ മയക്കി ജങ്കോ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നു. ഇതേസമയം മറ്റൊരിടത്ത് അന്റോണിയോ എന്നു പേരുള്ള ഒരു വ്യക്തിയെയും അന്റോണിയോയുടെ അസിസ്റ്റന്റ് ആലോയെയും നമ്മൾ പരിചയപ്പെടുന്നു. മാഫിയ സംഘത്തിന്റെ ഭാഗമായി അവർ തങ്ങളുടെ തന്നെ പാർട്ട്നേഴ്സിനെ വലിയ പ്രോഫിറ്റിനായി കൊലപ്പെടുത്തുകയായിരുന്നു. വർക്കിനിടയിൽ അന്റോണിയോക്കൊരു ഫോൺ കോൾ വരികയാണ്. ഫോൺ വിളിച്ച വ്യക്തി അവിടെ ഉള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വന്നിട്ടുണ്ടെന്നും ഉടൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പോകാനും അന്റോണിയോട് ആവശ്യപ്പെടുകയാണ്. ഐലൻഡിൽ പോയി ഡീനയെയും ബിഗ് ഫോറിനെയും കണ്ടെത്തി വകവരുത്താനായിരുന്നു അന്റോണിയോക്ക് കിട്ടിയ നിർദ്ദേശം. വില്ലയിലേക്ക് അന്റോണിയോയും സംഘവും എത്തിപ്പെടുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് മുമ്പയച്ച തങ്ങളുടെ 2 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന കാര്യം. മറുവശത്ത് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഡീനയെ മയക്കുസൂചി ഏറ്റതിനു പിന്നാലെ കുറച്ചു നേരത്തേക്കൊന്ന് കൺട്രോൾഡ് ആകുവാൻ ടോപ്പൻ പുറത്ത് കെട്ടിവെച്ചു. ശേഷം അകത്തേക്ക് വന്ന് ജങ്കോയ്ക്കടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഡീനയെ പിന്തുടർന്ന ആൾ വന്നതും തങ്ങളുടെയൊന്നും ജീവൻ സുരക്ഷിതത്വത്തിലല്ല എന്നുള്ള കാര്യവുമൊക്കെ അവരുടെ ഡിസ്കഷനിലേക്ക് വന്നു. കുറച്ചു കഴിഞ്ഞവർ പുറത്തേക്ക് നോക്കുമ്പോൾ കെട്ടിയിട്ട ഡീനയെ കാണുന്നില്ല. അവൾ കാടിനകത്തേക്ക് വല്ലതും പോയിരിക്കും എന്നവർ ചിന്തിക്കുവാണ്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു ആക്രമണം സംഭവിക്കുന്നത്. അന്റോണിയോയുടെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഡീനയുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടതും ടോപ്പൻ ഡീനയെ കണ്ടെത്താൻ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ജങ്കോയും അവരുണ്ടായിരുന്ന പേലറും അന്റോണിയോയുടെ ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മറുവശത്ത് അന്റോണിയോയുടെ ആൾ ഡീനയെ ബന്ദിയാക്കി കൊല്ലാൻ തുനിയുകയായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന ടോപ്പൻ അവളെ രക്ഷപ്പെടുത്തുകയാണ്. ഡീനയും അപ്പോഴേക്കും മയക്കുമരുന്നിന്റെ ആലസ്യത്തിൽ നിന്നൊക്കെ വിട്ട് ബോധത്തിലേക്ക് ഉണർന്നിരുന്നു. തോക്കെടുത്ത് ചൂണ്ടിയ ഡീന ടോപ്പൻ യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് എന്ന് ചോദ്യം ചെയ്യുന്നു. എല്ലാം വിശദമായി പറയാം എന്ന് ടോപ്പൻ ഡീനയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷേ ജങ്കോയെയും പേലറിനെയും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അവർ ജങ്കോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മറുവശത്ത് ആക്രമണം ശക്തമാവുകയായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ആലോ ആകട്ടെ ജങ്കോയുടെ കുടിലിന് നേരെ വലിയൊരു റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കാൻ ആരംഭിക്കുകയാണ്. പേലറിനോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ജങ്കോ പറഞ്ഞു. പേലർ അത് കേട്ട് അവിടെ നിന്ന് പിൻവഴി ഓടിപ്പോവുകയാണ്. ജങ്കോ വീണ്ടും എതിരിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ആന്റോണിയോയും സംഘവും മുമ്പിലേക്കെത്തി. ജങ്കോ ആന്റോണിയോയെ ഒരു 1-on-1 ഫൈറ്റിന് വെല്ലുവിളിക്കുകയാണ്. ആന്റോണിയോ അതിന് തയ്യാറായി. പക്ഷേ ജങ്കോക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൻ മർദ്ദനമേറ്റ് താഴെ വീണു. ആന്റോണിയോ ജങ്കോയെ കൊല്ലാൻ ഒരുങ്ങിയപ്പോഴേക്കും ടോപ്പൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആന്റോണിയോയുടെ ഒരാളെ തന്നെ ബന്ദിയാക്കി അവൻ ജങ്കോയെ കൊല്ലാതെ ആന്റോണിയോയെ തടഞ്ഞു. പക്ഷെ മുമ്പിലേക്ക് വന്ന ആന്റോണിയോ ആകട്ടെ തന്റെ ആളാണെന്ന് പോലും നോക്കാതെ അവനെ വെടിവെച്ചു കൊന്നു. പിന്നെ അവിടെ കഠിനമായൊരു ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. ആന്റോണിയോയും ടോപ്പനും ഏറ്റുമുട്ടി. ആന്റോണിയോ തന്നായിരുന്നു അവിടെ കൂടുതൽ പവർഫുള്ളായി കാണപ്പെട്ടത്. ടോപ്പൻ താഴെ വീണപ്പോൾ ആന്റോണിയോ ടോപ്പനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ കാര്യം താനാണ് വളർത്തച്ഛൻ പെട്രസിനെ കൊന്നത് എന്നായിരുന്നു. തന്റെ മനസ്സിൽ കുറെ നാളായി പെട്രസിനെതിരെ കുടിപ്പക കിടക്കുന്നുണ്ടായിരുന്നത്രേ. യാഥാർത്ഥ്യത്തിൽ ആന്റോണിയോ ആയിരുന്നു പെട്രസിന്റെ ആദ്യത്തെ വളർത്തുപുത്രൻ. പക്ഷേ വളരെയധികം വയലന്റായ കൺട്രോൾ ചെയ്യാൻ പ്രയാസമുള്ള അവനെ ഒടുവിൽ പെട്രസ് ഉപേക്ഷിക്കുകയായിരുന്നു. ആന്റോണിയോയുടെ വായിൽ നിന്ന് തന്നെ അതൊക്കെ പുറത്തു വന്നു. ആന്റോണിയ ടോപ്പന്റെ കണ്ണു കുത്തിയെടുക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്ന സമയം കൃത്യമായി അതിനപ്പുറത്തേക്ക് ഒരു ഫാൻസി വണ്ടിയിൽ ഡീനയും പേലറും വന്നു ചേർന്നിരുന്നു. ഡീന ഉടനടി ഒരു സ്മോക്ക് ബോംബ് അങ്ങോട്ടേക്ക് ഇടുകയാണ്. അത് ഏവരുടെയും കാഴ്ച ഒന്ന് മങ്ങിപ്പിച്ചതും അത് അവസരമായി കണ്ട് ടോപ്പൻ ജങ്കോയെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഡീനയ്ക്കും പേലറിനുമൊപ്പം 3-വീലർ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു പോകാൻ അവർ ശ്രമിച്ചെങ്കിലും അന്റോണിയോ അവരെ പിന്തുടർന്നു വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ബൈക്കിൽ ഫോളോ ചെയ്തു വന്ന അന്റോണിയോയും വിദഗ്ധമായി താഴെ വീഴ്ത്തി അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാണ്. ശേഷം സുരക്ഷിതമായ ഒരിടത്തേക്കും അവർ എത്തിച്ചേരുന്നു. പരിക്കേറ്റിരുന്ന ടോപ്പന്റെ മുറിവുകളിൽ ഡീന മരുന്ന് വെച്ചു കൊടുത്തു. അപ്പോഴാണ് ടോപ്പന്റെ പുറത്ത് വെടിയേറ്റ പാട് ഡീന കാണുന്നത്. അതോടെ അച്ഛനെ കൊന്നത് ടോപ്പനാകും എന്ന് ചിന്തിച്ച ഡീന ടോപ്പന് വിശദീകരിക്കാൻ പോലും സമയം കൊടുക്കാതെ ദേഷ്യത്തിൽ അവനെ ആക്രമിച്ച് അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുകയാണ്. ടോപ്പൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നായിരുന്നു ഡീന ചിന്തിച്ചിരുന്നത്. പക്ഷേ പേലർ പിന്നാലെ ചെന്നു. ഡീന ഒറ്റയ്ക്ക് പോയാൽ അപകടമാണ് എന്ന് പേലറിന് അറിയാമായിരുന്നു. കാരണം പെട്രസിന്റെ കുടുംബത്തെ മുഴുവനും അന്റോണിയോ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ടോപ്പനല്ല പെട്രസിനെ കൊന്നത് എന്ന് പേലർ പറയാൻ ശ്രമിച്ചെങ്കിലും ഡീന അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും വിശദമായി ആൽഫയ്ക്ക് അറിയാമെന്നും ആൽഫ ഒക്കെ
പറഞ്ഞു തരും, നമുക്ക് ആൽഫയുടെ അടുത്തേക്ക് പോകാം എന്ന് പേലർ ഡീനയോട് പറയുകയാണ്. ഒടുവിൽ ഡീനയും സമ്മതിക്കുന്നു. അങ്ങനെ അവർ ആൽഫയ്ക്കടുത്തേക്ക് എത്തിച്ചേരുകയാണ്. മറുവശത്ത് പെട്രോയും ജങ്കുയും കൂടി ഒരു പരിചയക്കാരനെ കാണാൻ പോവുകയായിരുന്നു. അന്റോണിയോയെ പറ്റി അവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമായിരുന്നു. ഡീനയും പേലറും ആൽഫയെ കണ്ടു. ഹിറ്റ്മാൻ ജീവിതമൊക്കെ വിട്ടിരുന്ന ആൽഫ ഒരു സിംഗറായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. മറുവശത്ത് അന്റോണിയോ ആകട്ടെ ഒരു സംഘം കൂലിപ്പട്ടാളക്കാരെ വിളിച്ചു വരുത്തിയിരുന്നു. ആസപ്പ് എന്നു പേരുള്ള ഒരാളുടെ കീഴിലുള്ള ഒരു സംഘമായിരുന്നു അത്. ടോപ്പാനും ജാങ്കോയും ആകട്ടെ തങ്ങൾക്ക് വിവരം ലഭിക്കാൻ സാധ്യതയുള്ള ഇടത്തേക്കും എത്തിച്ചേരുകയായിരുന്നു. അവിടെയുള്ള ഇൻഫോർമന്റിന്റെ അടുത്തുനിന്നും അന്റോണിയോയെ പറ്റിയുള്ള വിവരങ്ങൾ അവർ തിരക്കി. അന്റോണിയോ ആണ് പെട്രസിനെ കൊന്നതെന്ന് അവൻ പറഞ്ഞെന്നും പക്ഷേ പെട്രസ് മരിക്കുന്നതിന് മുമ്പ് തന്നെ കൊന്നത് സൊറണ്ടോ ആണ് എന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നും ടോപ്പൻ ഇൻഫോർമന്റിനെ അറിയിച്ചു. ഇൻഫോർമന്റ് വൈകാതെ ഡോക്യുമെന്റ്സ് എടുത്ത ശേഷം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ആന്റോണിയോ പറഞ്ഞത് ശരിയാണ്. സൊറണ്ടോ എന്നത് ആന്റോണിയോയുടെ ആദ്യകാല പേരായിരുന്നു. പെട്രസിന്റെ ആദ്യകാല വളർത്തുമക്കളിൽ ഒരാളായിരുന്നു ഈ സൊറണ്ടോ, അതായത് അന്റോണിയോ. അതോടെ അന്റോണിയോ പറഞ്ഞതത്രയും ശരിയാണ്. അവനാണ് തങ്ങളുടെ വളർത്തച്ഛനെ കൊന്നത് എന്ന് ടോപ്പനും ജങ്കോയും മനസ്സിലാക്കുന്നു. അച്ഛനോടും തങ്ങളോടും അവനുള്ള വൈരാഗ്യമാണ് തങ്ങളെ ഇപ്പോൾ അവൻ കൊല്ലാൻ നോക്കുന്നതിന്റെ പിന്നിൽ എന്ന് ടോപ്പൻ ചിന്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മറുവശത്ത് ആൽഫയും ഡീനയും സംസാരിച്ചു. നടന്ന കാര്യങ്ങൾ അത്രയും തനിക്കറിയാവുന്നതത്രയും ആൽഫ ഡീനയോട് വിശദമായി പറയുകയാണ്. തന്റെ അച്ഛൻ ഒരു ഹിറ്റ്മാൻ സംഘത്തിന്റെ നേതാവായിരുന്നു എന്നത് ഡീനയെ ഞെട്ടിക്കുന്നതായിരുന്നു. ഡീന അച്ഛനെ മർഡറർ എന്ന് വിളിച്ചതും അത് ആൽഫയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആൽഫയും ഡീനയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പേലർ അതിൽ ഇടപെട്ട് ഇരുവരെയും മാറ്റാൻ ശ്രമിച്ചപ്പോഴേക്കും അവിടെ ഒരു അറ്റാക്ക് സംഭവിക്കുകയാണ്. അസാപ്പിന്റെ നേതൃത്വത്തിലുള്ള അസാസിൻസ് ആയിരുന്നു ആക്രമണത്തിനെത്തിയിരുന്നത്. അന്റോണിയോയുടെ ആളുകളും കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പേലർ അവിടെ പെട്ടുപോയ കുട്ടികളെ രക്ഷപ്പെടുത്തുമ്പോൾ ആൽഫയും ഡീനയും ഒന്നുചേർന്ന് അറ്റാക്കേഴ്സിനെതിരെ പൊരുതി. കുറേയധികം പേരെ അവർ ഒന്നിച്ച് കൊലപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ അവർ പെട്ടുപോകേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ അപ്പോഴേക്കും ടോപ്പാനും ജങ്കോയും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. അവരുണ്ടായിരുന്ന ഡീനയെയും ആൽഫയെയും അവർ കൊണ്ടുവന്നിരുന്ന ബോട്ടിൽ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പേലർ ആ സമയം അന്റോണിയോയുടെ കസ്റ്റഡിയിൽ പെട്ടിരുന്നു. പേലറിന്റെ ഫോൺ ഉപയോഗിച്ച് അന്റോണിയോ ടോപ്പാനെ വിളിച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുമ്പ് വില്ല പാരനൈസിൽ അവർ എത്തിച്ചേർന്നില്ലെങ്കിൽ, കീഴടങ്ങിയില്ലെങ്കിൽ പേലറെ കൊല്ലുമെന്ന് അന്റോണിയോ ഭീഷണിപ്പെടുത്തി. പേലർ പിടിക്കപ്പെട്ടതുകൊണ്ടും അന്റോണിയോയുടെ ഭീഷണി വന്നതുകൊണ്ടും ബിഗ് ഫോറിന്റെ ഇടയിൽ ബോട്ടിൽ വെച്ചൊരു വാക്കുതർക്കം ഉണ്ടാവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം വില്ലയിലേക്ക് പോകുവാൻ അവർ തീരുമാനിക്കുകയാണ്. അതിനു മുമ്പ് ആയുധങ്ങളൊക്കെ എടുത്ത് അവർ അണിഞ്ഞൊരുങ്ങി. ആൽഫയാകട്ടെ വലിയൊരു ബോംബ് തന്നെ തയ്യാറാക്കി. എല്ലാം ഓക്കെ ആയപ്പോൾ ഡീനയും ടോപ്പനും തനിച്ചിരുന്ന് സംസാരിച്ചു. ടോപ്പനെ അച്ഛന്റെ കൊലപാതകിയെന്ന് തെറ്റിദ്ധരിച്ചതിന് ഡീന ടോപ്പനോട് ക്ഷമ ചോദിച്ചു. അതിനോടകം അന്റോണിയോയെ പറ്റിയുള്ള വിവരങ്ങളും അച്ഛനെ കൊന്നതാരാണെന്നുമൊക്കെ ഡീന മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ ആയുധങ്ങളെടുത്ത് അണിഞ്ഞൊരുങ്ങി നിശ്ചയദാർഢ്യത്തോടെ അവർ വില്ലയിലേക്ക് പുറപ്പെട്ടു. വില്ലയ്ക്ക് മുമ്പിൽ ഒരു വാഹനം വന്നു നിന്നു. അന്റോണിയോയുടെ ആളുകൾ വാഹനത്തെ വന്ന് വളയുകയും ടോപ്പനും സംഘവുമാണെന്ന് കരുതി അതിലേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. പക്ഷേ അതിലാകെ ഉണ്ടായിരുന്നത് ആൽഫ ഡെവലപ്പ് ചെയ്ത ബോംബായിരുന്നു. അത് പൊട്ടിത്തെറിച്ചു. അന്റോണിയോയുടെ കുറേയധികം ആളുകൾ ആ ക്ഷണം മരിച്ചു വീണു. പിന്നാലെ ടോപ്പനും സംഘവും അങ്ങോട്ടേക്ക് കടന്നെത്തുകയും ആക്രമണം തുടങ്ങുകയുമായിരുന്നു. ശക്തവും രസകരവുമായ ഫൈറ്റ് അരങ്ങേറി. എളുപ്പമായിരുന്നില്ലെങ്കിൽ പോലും ഒറ്റയ്ക്കും കൂട്ടമായും പോരാടി എതിരാളികളായ ഓരോരുത്തരെയും ടോപ്പനും ഡീനയും ജങ്കോയും ആൽഫയും കൂടി വകവരുത്തുകയാണ്. പക്ഷേ സാരമായ പരിക്കേറ്റെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചിരുന്നതുകൊണ്ട് അന്റോണിയോ മരിക്കുന്നില്ല. പേലറെ ബന്ദിയാക്കി കൊലപ്പെടുത്തുവാൻ അന്റോണിയോ മുറിയിലേക്ക് പോയി. ടോപ്പൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കൊല്ലുമെന്ന് പറഞ്ഞ് പേലറിന്റെ കഴുത്തിൽ കത്തിവെച്ച് അന്റോണിയോ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ടോപ്പനൊരു ഐഡിയ തോന്നിയത്. അന്റോണിയോയുടെ ഒറിജിനൽ നെയിം സുറൻഡോ എന്നത് വിളിച്ച് ടോപ്പൻ അന്റോണിയോയെ ടീസ് ചെയ്യുന്നു. ഒരു നിമിഷം അന്റോണിയോയുടെ ശ്രദ്ധ മാറിയതും പേലർ അന്റോണിയോയെ ആക്രമിച്ചു. തൊട്ടു പിന്നാലെ അന്റോണിയോയുടെ നെഞ്ചിലേക്ക് ടോപ്പൻ കത്തി വലിച്ചെറിഞ്ഞ് കുത്തിയിറക്കുകയും ചെയ്തു. തൊട്ടടുത്തുള്ള ജനൽ വഴി പുറത്തേക്ക് മറിഞ്ഞു വീണ് അന്റോണിയോ കൊല്ലപ്പെടുകയാണ്. എതിരാളി കൊല്ലപ്പെട്ടതോടെ ഏവർക്കും ആശ്വാസമായിരുന്നു. അച്ഛന്റെ കൊലപാതകിയെ വകവരുത്തിയതിന് ഡീന ടോപ്പനോട് നന്ദി പറഞ്ഞു. പക്ഷേ തൊട്ടു പിന്നാലെ താൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്നും നിങ്ങളൊക്കെ പോലീസിന് കീഴടങ്ങണം എന്നും ഡീന ആവശ്യപ്പെടുകയാണ്. അവരെ പെട്ടെന്ന് പുറത്തിറക്കാനുള്ള വഴി താൻ നോക്കാമെന്നും ഡീന പറയുന്നുണ്ട്. ടോപ്പൻ പെട്ടെന്ന് ഡീനയെ
ചുംബിച്ചു. ഡീനയും ചുംബനം ആസ്വദിക്കുകയാണ്. പക്ഷേ ടോപ്പൻ പിന്മാറിയപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അവളുടെ കയ്യിൽ ടോപ്പൻ വിലങ്ങിട്ടിരുന്നുവെന്ന്. പിന്നാലെ ടോപ്പനും സംഘവും അവിടെ നിന്ന് പോകുവാണ്. ഡീനയെ പോലീസ് വന്ന് മോചിപ്പിച്ചോളും. പിന്നെ നാട്ടിലെത്തിക്കഴിയുമ്പോ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വന്ന് കണ്ടോളാട്ടോ, നീയും ഇപ്പൊ ഞങ്ങളുടെ കുടുംബമല്ലേ എന്നും പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിരുന്നു. പിന്നാലെ പോലീസ് എത്തി ഡീനയെ മോചിപ്പിച്ചു. ശേഷം ബിഗ് ഫോർ രക്ഷപ്പെട്ടു പോയെന്ന് കരുതി പോലീസ് തിരികെ പോവുകയാണ്. പോലീസ് പോയതും മറഞ്ഞിരിക്കുകയായിരുന്ന ബിഗ് ഫോർ പുറത്തേക്ക് വന്നു. കാടിനകത്തേക്ക് പോയി അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവരുടെ കാർ എടുത്തു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. കഥ മറ്റൊരിടത്തേക്ക് തിരിയുകയാണ്. ഹാസന് മുമ്പിൽ ഒരു വലിയ അസാസിനായ ലേഡി വന്നിട്ടുണ്ടായിരുന്നു. ഹാസനെ അവർ ചോദ്യം ചെയ്യുകയാണ്. നടന്ന കാര്യങ്ങളിലൊക്കെ ഹാസന് പങ്കുണ്ടെന്ന് അവിടെ വെച്ച് വ്യക്തമാകുന്നു. രണ്ടാം ഭാഗത്തിലേക്ക് സൂചനയിട്ടുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.